ഓരോ ജില്ലയിലും വേക്കൻസി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അലോട്ട്മെന്റിനുള്ള സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം നേരിടുന്നത്. അതെ, 40,000 കുട്ടികൾക്ക് 40,000 ആപ്ലിക്കൻസിനാണ് അവിടെ ഇതുവരെ സീറ്റ് ലഭിക്കാത്തത്. സയൻസ് സ്ട്രീമിൽ 3,400 സീറ്റുകൾ മാത്രമേ ഈ ഒരു ജില്ലയിലുള്ളൂ. സ്പോർട്സ് കോട്ടയിൽ ഇത്രയും സീറ്റ് വേക്കന്റ് ആണ്. ഇത് തീർച്ചയായിട്ടും ജനറൽ മെറിറ്റിലേക്ക് എന്തെങ്കിലും കൺവേർട്ട് ചെയ്യപ്പെടും. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RK ലേണിംഗ്. സോ +1 ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. കിട്ടിയവരും കിട്ടാത്ത മക്കളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് ഓരോ ജില്ലയിലും എത്ര സീറ്റുകൾ വേക്കന്റ് ആണ്, ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം നേരിടുന്ന ഏത് ജില്ലയിലാണ് അല്ലേ? അതേപോലെ ഓരോ ജില്ലയിലും എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കൻസിന്റെ എണ്ണം എത്രയാണ്, സയൻസ് സ്ട്രീമിലും ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ടോട്ടലി എത്ര സീറ്റുകൾ അവൈലബിൾ ആണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഗവൺമെന്റ് ഇനി നിങ്ങൾ കിട്ടാത്തവർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ജില്ലകളിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 7 ജില്ലകളിൽ 30% സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആവശ്യമെങ്കിൽ വീണ്ടും സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. അതേപോലെ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഒരു ലൈവ് പോകുന്നുണ്ട്. അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആ ലൈവിൽ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും അല്ലെ? നിർബന്ധമായിട്ട് വരണ്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ജില്ലാ തലത്തിലുള്ള സീറ്റുകളുടെ വിവരമാണ്. അതിനുശേഷം വേക്കൻസി പറയുന്നതായിരിക്കും. അപ്പൊ ആദ്യം സയൻസിനും ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും മെറിറ്റിലും നോൺ മെറിറ്റിലും സ്പോർട്സ് കോട്ടയിലും എത്ര സീറ്റുകൾ അവൈലബിൾ ആണ്? ഓരോ ജില്ലയിലും അവൈലബിലിറ്റി ആണ്, സീറ്റിന്റെ ടോട്ടൽ അവൈലബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്. ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സമയത്ത് സയൻസിന് 14,115 സീറ്റാണ്. അത് മെറിറ്റ് സീറ്റുകളുടെ എണ്ണമാണ്. ഹ്യൂമാനിറ്റീസിന് ഏകദേശം 5,000, കൊമേഴ്സിന് 6,000 സീറ്റുകളോളമാണ്. മൊത്തത്തിൽ മെറിറ്റിൽ 25,822 സീറ്റുകളാണ് ആ ജില്ലയിൽ അവൈലബിൾ ആയിട്ട്. ഏകദേശം 26,000 സീറ്റ് തന്നെ ടോട്ടൽ സീറ്റ് മെറിറ്റിൽ അവൈലബിൾ ആണ്. മെറിറ്റും സ്പോർട്സും കൂടെ കൂട്ടിയാൽ ടോട്ടൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര സീറ്റ്? 37,606 സീറ്റ് ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രം അവൈലബിൾ ആണ്. 37,606 സീറ്റ്. ഓക്കെ, യെസ്. അതേപോലെ നമ്മൾ പത്തനംതിട്ട നോക്കാം. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഒരുപാട് സീറ്റുകൾ വേക്കൻസി വന്ന ഒരു ജില്ലയാണ്. ഒരുപാട് സീറ്റുകൾ ബാക്കി വന്നിരുന്നത്. ഏകദേശം 2,000-ഓളം സീറ്റുകൾ വേക്കന്റ് ആയിട്ട് കിടന്ന ജില്ലയാണ് പത്തനംതിട്ട. മറ്റ് ജില്ലകളിലുള്ള കുട്ടികൾക്കും അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് പത്തനംതിട്ടയുടെ നോക്കാം. സയൻസ് സ്ട്രീമിൽ 5,000-ഓളം സീറ്റുകളാണ് മെറിറ്റിലുള്ളത്. ഹ്യൂമാനിറ്റീസിൽ 1,760 സീറ്റുകൾ മാത്രമാണുള്ളത്. ആൻഡ് കൊമേഴ്സ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ 2,732. ടോട്ടലി 9,809 സീറ്റ് ടോട്ടലി മെറിറ്റിൽ അവൈലബിൾ ആണ്. നോൺ മെറിറ്റും സ്പോർട്സ് കോട്ടയും കൂടെ കൂട്ടിയാൽ 14,702 സീറ്റുകളാണ് ആ ഒരു ജില്ലയിൽ. യെസ്, ഇനി നമുക്ക് മലപ്പുറം നോക്കാം. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം നേരിട്ട ഒരു ജില്ലയാണല്ലേ? ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ ഈ വർഷവും ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം നേരിടാൻ പോകുന്ന ഒരു ജില്ലയും മലപ്പുറം തന്നെയായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുകയും ആ ജില്ലകളിൽ തന്നെയായിരിക്കും. മലപ്പുറം ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് 19,463 സീറ്റുകളാണ് സയൻസിൽ മെറിറ്റിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 17,981 സീറ്റുകൾ ഹ്യൂമാനിറ്റീസിലും 19,743 സീറ്റുകൾ കൊമേഴ്സിലും മലപ്പുറം ജില്ലയിൽ അവൈലബിൾ. അതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ജില്ലയും മലപ്പുറം തന്നെ. 57,187 സീറ്റ് മെറിറ്റിൽ തന്നെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്നതും ആ ഒരു ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ്. ദെൻ നോൺ മെറിറ്റും സ്പോർട്സ് കോട്ടയും കൂടെ കൂട്ടിയാൽ മലപ്പുറത്ത് 78,769. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള മലപ്പുറം തന്നെയാണ്. 78,796 സീറ്റ്. 80,000-ഓളം ആപ്ലിക്കൻസ് ആ ഒരു ജില്ലയിലുണ്ട്. അതിന്റെ കണക്കുകൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഏതൊക്കെ ജില്ലയിലാണ് സീറ്റ് വേക്കന്റ് ആയിട്ടുള്ളത്, എത്ര വേക്കൻസി ഉണ്ട് പറയാൻ പോകും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സീറ്റുകളുടെ വിവരം മനസ്സിലായി കാണും. ഇത്രയും സീറ്റുകളാണ് ഓരോ ജില്ലയിലും നിലവിലുള്ളത്. അധിക ബാച്ചുകൾ വരും, പക്ഷെ അത് കൂടുതലും വരാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കും ആയിരിക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. സയൻസിന് പ്രാക്ടിക്കലും ലാബും കാര്യങ്ങളൊക്കെ സീറ്റ് അനുവദിക്കും, പക്ഷേ ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലാണ് കൂടുതൽ സാധ്യത. ഇനിയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ടോട്ടൽ വേക്കൻസി. ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി? ഇതറിഞ്ഞാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെയാണ് കാര്യം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുവരെയുള്ള അലോട്ട്മെന്റുകളൊക്കെ ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ ഈ കൊടുത്ത അലോട്ട്മെന്റ് ഒക്കെ ആപ്ലിക്കേഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തു ഒരു പുതിയ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഓരോ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിൽ ശ്രദ്ധിക്കേണ്ടത് 33,939 ആപ്ലിക്കൻസ് ആണ് ആ ഒരു ജില്ലയിൽ മുഴുവനായിട്ടുള്ളത്. പക്ഷേ അവിടെ വന്നിരിക്കുന്നത് 1,515 പേർ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നതാണ്. അപ്പൊ ടോട്ടൽ സീറ്റ് നോക്കുകയാണെങ്കിൽ 26,000 സീറ്റുകൾ മാത്രമാണ് ട്രിവാൻഡ്രത്തുള്ളത്. ഡിഫറൻഷ്യലി ഏബിൾഡിനോട് കൂട്ടി 26,306 സീറ്റുകൾ.
അതിൽ ടോട്ടൽ സീറ്റ് അലോട്ട് ചെയ്ത സീറ്റ് 22,532 സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞു 22,500. ശ്രദ്ധിക്കേണ്ടത് 34,000 ആപ്ലിക്കൻസ് ആണ് ആ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 22,000 പേർക്ക്, അതായത് 12,000 പേർ നിലവിൽ സീറ്റ് ലഭിക്കാതെ മാറി നിൽക്കുകയാണ്. പക്ഷെ അവിടുത്തെ വേക്കൻസി വെറും 3,774 മാത്രം വേക്കൻസി ആണുള്ളത്. നിങ്ങൾ പേടിപ്പിക്കാൻ പറയല്ല, പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യാ, ഇങ്ങനെ ഒരു വേക്കൻസി അറിഞ്ഞു വേണം ചിലപ്പോ എന്ത് ചെയ്യാ ഗവൺമെന്റ് സീറ്റ് കൂട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. ഓക്കെ, എന്തായാലും സീറ്റുകൾ കൂട്ടും, ബാച്ചുകൾ കൂട്ടും. നിങ്ങൾ പേടിക്കേണ്ട. കഴിഞ്ഞ വർഷങ്ങളിലും സപ്ലിമെന്ററിക്കൊക്കെ ശേഷം സീറ്റുകൾ ബാക്കിയായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കരുത്. ഇനി മലപ്പുറം തന്നെ നോക്കാം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളത്. 82,498 കുട്ടികളാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെ? അവിടെ 8,096. അതൊരു ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ഏറ്റവും കുറവ്, അതായത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസും അത് വെച്ച് നോക്കിയാൽ സീറ്റുകൾ കമ്പാരിറ്റീവ്ലി കുറവുമുള്ള ജില്ലയാണ് മലപ്പുറം. അപ്പൊ 8,000ഓളം കുട്ടികൾ ആ ഒരു ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അത് അത്ര ബുദ്ധിപരമായ കാര്യമല്ല. അവിടെയാണ് കാര്യം. നിങ്ങൾ വേറെ ജില്ലയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ടൈറ്റ് ആണ്. അവിടെ സീറ്റ് ടൈറ്റ് ആണ്. അവിടെയാണ് വേറെ ജില്ലയിലുള്ള ആൾക്കാർ കുട്ടികൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിയറസ്റ്റ് ഡിസ്ട്രിക്ട് ആയിരിക്കും, കാലിക്കട്ടോ അങ്ങനെയുള്ള കുട്ടികളായിരിക്കും ചിലപ്പോൾ അപ്ലൈ. അല്ല, ഒരുപക്ഷെ പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പത്തനംതിട്ട പോലുള്ള ജില്ലയിൽ വേക്കൻസി ഉണ്ട് സീറ്റ്, അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മലപ്പുറം നമുക്ക് നോക്കാം. അലോട്ട് ചെയ്തത് എത്ര പേർക്കാണ്? ടോട്ടൽ സീറ്റ് അവിടെ വരുന്നത് 40,566 മാത്രമാണ്. അലോട്ട് ചെയ്തത് എത്രയാണ്? ടോട്ടൽ സീറ്റ് വരുന്നത് 57,283 ആണ്. അതിൽ അലോട്ട് ചെയ്തതാണ് എത്ര? 40,566 സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. 80,000 ആപ്ലിക്കൻസ് ആണ്. 40,000 പേരെ മാത്രം അലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 40,000 പേര് അലോട്ട്മെന്റ് കിട്ടാതെ പുറത്തു നിൽക്കുകയാണ്. വേക്കൻസി 17,000 മാത്രം. ഏകദേശം 17,000 സീറ്റ് മാത്രമേ അവിടെ വേക്കന്റ് ആയിട്ടുള്ളൂ. 40,000 അപ്ലിക്കന്റ് ബാക്കിയാണ്. 17,000 സീറ്റേ ബാക്കിയുള്ളൂ. 23,000 സീറ്റ് കൂടി ഗവൺമെന്റ് മിക്കവാറും അനുവദിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും ടോട്ടലി 69,000ഓളം സീറ്റുകൾ നിലവിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അവർക്കൊരു ചോദ്യം വരും, എന്നിട്ട് എന്തുകൊണ്ടാണ് അലോട്ട്മെന്റ് ലഭിക്കാത്തതെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഹ്യൂമാനിറ്റീസിനായിരിക്കും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ സയൻസിനായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാതിരുന്നത്. സെക്കൻഡും തേർഡിലൊക്കെ വരുന്ന സമയത്ത് സ്കൂൾ മാറ്റമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്പോർട്സ് കോട്ട കൂടി കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിലും 2,000ഓളം സീറ്റുകൾ വേക്കന്റ് ആണ് അല്ലെ? ഈ സീറ്റുകൾ എന്താണ് ചെയ്യാറ്? അത് സ്പോർട്സ് കോട്ടയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ അത് ജനറൽ മെറിറ്റിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു കൺവേർഷൻ നടക്കുക. സപ്ലിമെന്ററിയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, സപ്ലിമെന്ററിയിൽ ഒരിക്കലും ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റോ കിട്ടിയ കുട്ടികൾക്ക് നിലവിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യത. നിങ്ങൾ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ, നിങ്ങൾ ആ അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങൾ നിർബന്ധമായി ജോയിൻ ചെയ്യുക. എന്നാൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പോലും സപ്ലിമെന്ററിയിൽ, ഫസ്റ്റ് സപ്ലിമെന്ററിയിൽ അവരെ പരിഗണിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. നിലവിലെ സർക്കുലർ അനുസരിച്ച് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ ക്ലിയർ ചെയ്യാം. ഇന്നത്തെ ലൈവിൽ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം. അതേപോലെ മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സുകൾ NCERT ലെവൽ, NCERT ബേസ്ഡ് ആയിട്ടുള്ള ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബൈ.